പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെയേറെ ഗൗരവം നിറഞ്ഞ ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ്. ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കേൾക്കുക. അഥവാ അമിതമായി ദേഷ്യമുള്ളവരുടെ 12 അടയാളങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചില ടിപ്സുകളും നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, സങ്കടങ്ങളും വിഷമങ്ങളും അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, എല്ലാവരുടെ കഷ്ടപ്പാടുകളും നീ അകറ്റി കൊടുക്കണേ അല്ലാ, ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? നോമ്പ് നോറ്റി എല്ലാവരും ക്ഷീണിച്ചോ? ഇൻഷാ അല്ലാ സന്തോഷമുള്ള ആളുകളൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറഞ്ഞ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടുക. ആരൊക്കെയാണ് അൽഹംദുലില്ലാ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെയേറെ ഗൗരവം നിറഞ്ഞ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുക. ഈ പറയുന്ന അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ ജീവിതത്തിൽ വലിയ അപകടം ചെയ്യുന്ന ഒരു വിഷയമാണ് കോപം, ദേഷ്യം എന്ന് പറയുന്നത്. ദേഷ്യം പിശാദിൽ നിന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അമിതമായി ഒരാൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ അയാളുടെ കൂടെ കൂടുതൽ കാലം ക്ഷമയോടെ ജീവിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അത് ജോലി സ്ഥലത്താണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഒരു വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നല്ല ദേഷ്യമുള്ള എല്ലാവർക്കും ദേഷ്യമുണ്ട്, പക്ഷെ അമിതമായി ദേഷ്യമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ വലിയ പ്രയാസമായിരിക്കും, വലിയ ബുദ്ധിമുട്ടായിരിക്കും. അമിതമായി ദേഷ്യമുള്ളവരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഒന്നാമത്തെ അടയാളം, എപ്പോഴും ശബ്ദം ഉയർത്തിയായിരിക്കും അവൻ സംസാരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പറയുന്ന സമയത്ത് വലിയ ശബ്ദമുയർത്തി സംസാരിക്കുന്നവർക്ക് അമിതമായി ദേഷ്യമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടാമത്തെ അടയാളം, മുഖഭാവം പെട്ടെന്ന് മാറുക എന്നുള്ളതാണ്. നമ്മൾ നോർമലായ കാര്യങ്ങളായിരിക്കും സംസാരിച്ചു കൊണ്ടിരിക്കുക, ചിരിയും തമാശയൊക്കെ ഉണ്ടാകും, പക്ഷേ അമിതമായി ദേഷ്യമുള്ളവന്റെ മുഖഭാവം പെട്ടെന്ന് മാറുന്നതായി കാണാൻ സാധിക്കും. നെറ്റിയൊക്കെ പെട്ടെന്ന് ചുളിയും, അതുപോലെ തന്നെ കണ്ണുകളൊക്കെ വികസിക്കും, അതുപോലെ തന്നെ മുഖം ചുവന്നു തുടിക്കുക. ഇതൊക്കെ അമിതമായ ദേഷ്യമുള്ളവന്റെ അടയാളമാണ്. ഇവന്റെ കൂടെ ഒരുപാട് കാലം നല്ല കൺട്രോളോടുകൂടെ ജീവിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അമിതമായ ദേഷ്യത്തിനെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, വിറയലാണ്. ഒരാൾക്ക് അമിതമായി ദേഷ്യമുണ്ടെങ്കിൽ നിസാര കാര്യമായിരിക്കും, കൂടുതലായി ദേഷ്യപ്പെടേണ്ട ഒരു വിഷയം ഉണ്ടാകൂല, അവിടെ തർക്കിക്കേണ്ട ഒരു വിഷയം ഉണ്ടാകൂല, പക്ഷെ ഇവനിക്ക് പെട്ടെന്ന് അവന്റെ ശരീരത്തിനും കൈകാലുകൾക്കൊക്കെ പെട്ടെന്ന് വിറയൽ വരിക. ഇത് അമിതമായ ദേഷ്യമുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള മറ്റൊരു വഴിയാണ്. നാലാമത്തെ അടയാളം, യുക്തിരഹിതമായ സംസാരങ്ങൾ. ആലോചിക്കാതെ സംസാരിക്കുക. ഒരു കാര്യത്തിന് തീരുമാനം എടുക്കുമ്പോ, ഒരു കാര്യത്തിന് മധ്യസ്ഥം വഹിക്കുമ്പോ ആലോചിക്കാതെ തീരുമാനമെടുക്കുക. മക്കളുടെ വിഷയത്തിലാണെങ്കിലും, അതല്ലെങ്കിൽ ഭാര്യയുടെ വിഷയത്തിലാണെങ്കിലും, കുടുംബത്തിന്റെ വിഷയത്തിലാണെങ്കിലും ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ പറയുക, തീരുമാനമെടുക്കുക. ഇത് അമിതമായ ദേഷ്യമുള്ളവന്റെ അടയാളമാണ്. ഭാര്യയുടെ അടുക്കൽ നിന്ന് ചെറിയ ചെറിയ വീഴ്ചകൾ വരുമ്പോഴേക്ക് ഭാര്യയോട് കൂടുതലായി കയർത്ത് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് ത്വലാഖ് ചെല്ലുന്ന ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അമിതമായ ദേഷ്യമാണ്. ത്വലാഖ് ദേഷ്യത്തിൽ ചൊല്ലിയാലും, തമാശക്ക് ചൊല്ലിയാലും, മദ്യപിച്ച് ചൊല്ലിയാലും, ലഹരി ഉപയോഗിച്ച് മസ്തായി ചൊല്ലിയാലും ത്വലാഖ് സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും അവന് ചിന്തിക്കൂല. ആ സമയത്ത് ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഉമ്മയാണ്, ഇതെന്റെ ഉപ്പയാണ് എന്നൊന്നും അവൻ ചിന്തിക്കുന്നില്ല. അവനങ്ങ് ആലോചിക്കാതെ അവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുക. ഇത് അമിതമായ ദേഷ്യമുള്ളവന്റെ അടയാളമാണ്. അഞ്ചാമത്തെ അടയാളം, അപകീർത്തിപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടാകുക എന്നുള്ളതാണ്. സ്വന്തം കുറ്റങ്ങൾ മറച്ചു വെക്കുക, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക. ഞാൻ ഓക്കെയാണ്, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങളാണ് മോശക്കാരി എന്ന രൂപത്തിൽ സംസാരിക്കുക. സ്വന്തത്തിൽ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ ജനങ്ങളുടെ മുമ്പിലിട്ട് പരിഹസിക്കുക. ഇതൊക്കെ അമിതമായി ദേഷ്യമുള്ളവന്റെ അടയാളമാണ്. ആറാമത്തെ അടയാളം, ഇതൊക്കെ പല ആളുകളിൽ ഉള്ളതാണ്.
ആറാമത്തെ അടയാളം ശാരീരികമായ അക്രമങ്ങളാണ്. ചില ആളുകൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വീടിന്റെ ഡോറ് ഉറക്കെ അടക്കുക, അതുപോലെ തന്നെ വീട്ടിലെ പാത്രങ്ങളൊക്കെ തച്ച് പൊട്ടിക്കുക, ഭാര്യയെ അടിക്കുക, മക്കളെ അടിക്കുക, സ്വന്തം ഉമ്മയെയും മാതാപിതാക്കളെ വരെ അടിക്കുന്ന ആളുകളുണ്ട്. പെങ്ങന്മാരെ അടിക്കുക, അതുപോലെ തന്നെ ബെഡ്റൂമുകളൊക്കെ വൃത്തിഹീനമാക്കി ഇടുക, അതുപോലെ തന്നെ വീടിന് കല്ലെറിയുക, ജനലെറിഞ്ഞു പൊട്ടിക്കുക. ഇതാണ് അമിത ദേഷ്യമുള്ളവന്റെ സ്വഭാവം. ഈ സ്വഭാവം അധിക ആളുകളിലും കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനത്തെ ആളുകളുമായി കൂടുതലായി ജീവിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറുക. ഇത്തരം ആക്രമിക്കുന്ന സ്വഭാവങ്ങളും വീട്ടിലെ വസ്തുക്കളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്ന തച്ചുടക്കുന്ന സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ആരാണ് ഇഷ്ടപ്പെടുക? ഭാര്യ ഇഷ്ടപ്പെടൂല, മക്കൾക്ക് നമ്മളോട് വെറുപ്പായിരിക്കും, ഉമ്മയും ഉപ്പയും ഇഷ്ടപ്പെടൂല, അയൽവാസികളും സമൂഹവും നമ്മളെ ഇഷ്ടപ്പെടൂല എന്നുള്ളതാണ്. അതുകൊണ്ട് ശാരീരികമായ ആക്രമിക്കുന്ന സ്വഭാവങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് ചില ആളുകൾ ദേഷ്യം വരുമ്പോ, ചിലപ്പോൾ ഗൾഫിലായിരിക്കും, ഭാര്യ നമ്മൾക്ക് വേണ്ടി ഇവിടെ പ്രയാസപ്പെടുന്നു, മക്കളെ നോക്കുന്നു, ഉമ്മയെ ഉപ്പയെ നോക്കുന്നു, കുടുംബം നോക്കുന്നു, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഗൾഫിൽ നിന്ന് ഫോൺ വിളിച്ചിട്ടില്ല തെറിയൊക്കെ പറയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളെ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവരെ കുറിച്ചല്ലോ, ദാറുൽ മുബീൻ മജ്ലിസ് കേൾക്കുന്നവരൊക്കെ വളരെ ഉഷാറാണ്. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, അമിതമായ ദേഷ്യത്തിനെ തൊട്ട് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അത്തരം സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളയും അള്ളാഹുവിന്റെ റസൂലും മലക്കുകളും ജനങ്ങളും കുടുംബക്കാരൊക്കെ നമ്മളെ വെറുത്തു പോകുമെന്നുള്ളതാണ്. ഏഴാമത്തെ സ്വഭാവം ക്ഷമയില്ലായ്മയാണ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഒരു സമയം ഉണ്ടാവില്ല. അപ്പക്കിന് അടി തന്നെയാണ്, അപ്പക്കിന് തെറിയാണ്, അപ്പക്കിന് പറയാത്തതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രോബ്ലം വീട്ടിലുണ്ടെങ്കിൽ, ഭാര്യക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ അത് കേൾക്കണ്ടേ, ഭാര്യയുടെ ഭാഗം കേൾക്കണ്ടേ, ഭാര്യയുടെ ഭാഗം കേൾക്കുന്നില്ല. അതല്ലെങ്കിൽ ഉമ്മക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടാകും, ഉമ്മയുടെ ഭാഗം നമ്മൾ കേൾക്കണ്ടേ, അതൊന്നും കേൾക്കാൻ സമയം ഉണ്ടാവില്ല. പറയേണ്ടതൊക്കെ അതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാകും. അത്തരം ക്ഷമയില്ലായ്മ നമ്മൾക്കുണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ആളുകളുടെ കൂടെ എങ്ങനെയാണ് കൂടുതൽ കാലം ജീവിക്കുക? അപ്പൊ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക, വളരെ ക്ഷമയോടുകൂടെ കേട്ടുകൊണ്ട് അതിന് നല്ലൊരു തീരുമാനം എടുക്കുക എന്നല്ലാതെ നമ്മൾ പെട്ടെന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോവുക, അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുക, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക, ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന ആളുകളുണ്ട്. അതെന്താ? അതിന്റെ കാരണം ക്ഷമയില്ലാത്തത് കൊണ്ടാണ്. അത് അമിതമായ ദേഷ്യമാണ്. അമിതമായ ദേഷ്യം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. കാര്യം പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുക എന്നുള്ളതാണ്. നിലവിലുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്ന സമയത്തായിരിക്കും നീ അന്ന് എന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, നീ അന്ന് എന്നെ തെറി വിളിച്ചിട്ടില്ലേ, എൻ്റെ കുട്ടി അന്ന് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടുണ്ട്, നീ അന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചെറിളിച്ച് കാട്ടി തന്നിട്ടുണ്ട്, നീ അന്ന് എന്നോട് ഇങ്ങനെ ഭൂതത്തിന്റെ പോലെ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയാം. പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുക. പിന്നെ എങ്ങനെയാണ് ഐക്യത്തിൽ ജീവിക്കുക? ഒരു കാര്യം പരിഹരിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഇങ്ങനെ പറയുക. അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇന്നിങ്ങനെ ചെയ്തില്ലേ, ആ സമയത്ത് അങ്ങനെ ചെയ്തില്ലേ. എന്താണ് അതിന്റെ ആവശ്യം? ഇത് അമിതമായ ദേഷ്യമുള്ളവന്റെ അടയാളമാണ്. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്, അങ്ങനല്ലേ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇന്നെങ്ങനെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയും അങ്ങനെ നമ്മൾ ജീവിക്കുക. സന്തോഷത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ. പഴയ കാര്യങ്ങളൊക്കെ മറക്കേണ്ടത് ചിലപ്പോൾ മറക്കേണ്ടി വരും. ഓർക്കേണ്ടത് ഓർക്കണം. നാം ചെയ്ത തെറ്റുകുറ്റങ്ങൾ, നമ്മൾ സ്വന്തമായി ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഓർക്കണം. അത് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ട് അത് കുത്തിപ്പൊക്കി അതിങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സമയത്ത് പറയാൻ പാടില്ല. അത് തെറ്റാണ് എന്ന് സാന്ദർഭികമായി. അതുപോലെ മറ്റൊരടയാളമാണ് കഠിനമായ സംസാരം എന്നുള്ളതാണ്. ചില ആളുകളോടൊക്കെ ഉപദേശിക്കുന്നത് കണ്ടാല്, ചില ആളുകൾ മക്കളോടൊക്കെ ഉപദേശിക്കുന്നത് കണ്ടാല് ആ മക്കള് ആ രക്ഷിതാവിനെ വെറുത്തു പോകും. ജനങ്ങളുടെ ഇടയിൽ ഇട്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ കഠിനമായി ചീത്ത പറയുക. അതുപോലെ തന്നെ സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ ഇടയിൽ ഇട്ടുകൊണ്ട് കഠിനമായി ചീത്ത പറയുന്ന ആളുകളുണ്ട്. ഉമ്മയെ ഉപ്പയെ കഠിനമായി ചീത്ത പറയുന്ന ആളുകളുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ആ മനുഷ്യരെ പിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മൃഗങ്ങളുടെ പേര് വിളിക്കുക, പച്ച അനാവശ്യങ്ങൾ കഠിനമായ രൂപത്തിൽ വിളിക്കുന്ന എത്ര ആളുകളുണ്ട്. ഇത് അമിതമായ ദേഷ്യമുള്ളവന്റെ അടയാളമാണ്. ഇങ്ങനത്തെ ആളുകളുടെ കൂടെ എത്ര കാലം നമ്മൾ ജീവിക്കും? ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഉമ്മയും ഉപ്പയും ആണെങ്കിലും മക്കളുടെ ഇടയിലാണെങ്കിലും ഇത്തരം സ്വഭാവമുള്ള ആളുകളുടെ കൂടെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക? കാരണം ഒരു സ്നേഹത്തിന്റെ വാക്ക് പറയാൻ ഈ ചങ്ങായിക്ക് അറിയില്ല, മയത്തിൽ സംസാരിക്കാൻ അറിയില്ല. ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെടുന്ന സമയത്ത് വരെ കഠിനമായി സംസാരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ക്രൂരമായി പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ ബന്ധങ്ങൾ പെട്ടെന്ന് മുറിക്കുക, അങ്ങനെ ചില ആളുകളുണ്ട്. കല്യാണത്തിന് വിളിച്ചില്ല,
കല്യാണത്തിന് നേർത്ത കല്യാണം അറിയിച്ചില്ല, അതുകൊണ്ട് നിന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ ഇനി വരൂല. നിന്റെ വീടിരിക്കല് ദിവസം തീരുമാനിച്ച സമയത്ത് എന്നോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇനി നിന്റെ വീടിരിക്കലിന് വരുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്താണ് അതിന്റെ ആവശ്യം? ഇതാണോ ആത്മാർത്ഥമായ സ്നേഹമെന്ന് പറയുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് പിണങ്ങി അങ്ങനെ കൊല്ലങ്ങളോളം, മാസങ്ങളോളം, ദിവസങ്ങളോളം മിണ്ടാതിരിക്കുക, ഇത് അമിതമായി ദേഷ്യമുള്ളവന്റെ അടയാളമാണ്. ഇബ്ലീസ് അവന്റെ ശരീരത്തിൽ അധികാരം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ദേഷ്യം എന്നുള്ളത് ഇബ്ലീസിൽ നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യവും വ്യക്തവുമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അമിതമായ ദേഷ്യമുള്ളവന്റെ അവസാനത്തെ ഒരു അടയാളമാണ് രക്തസമ്മർദ്ദം ഉയരുക എന്നുള്ളത്. ദേഷ്യം വരുമ്പോഴേക്ക് ഹൃദയമിടിപ്പ് കൂടുക, അതുപോലെ തന്നെ ശാരീരികമായ പ്രയാസങ്ങളും കുഴച്ചിലുകളും ക്ഷീണങ്ങളും വരിക. ഇത് അമിതമായ ദേഷ്യമുള്ളവന്റെ അടയാളമാണ്. ഇത്തരം സ്വഭാവങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ, സമാധാനം നൽകണേ അല്ലാ. ഇനി ദേഷ്യം വന്നാൽ എന്താണ് അതിനുള്ള ട്രീറ്റ്മെന്റ്? മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ഇദാ ഗളബ അഹദുക്കും ഫല്യസ്കുത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ല, മിണ്ടാതിരിക്കണം. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, എന്താ പറയാന്ന് നമ്മൾക്കറിയൂല. ചിലപ്പോ ഭാര്യയെ ത്വലാഖ് ചൊല്ലുന്ന ആളുകളുണ്ട്, ഉമ്മയെ ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട്. മക്കളോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയും, മക്കളാണ് ഇറങ്ങിപ്പോവും. നമ്മൾ ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും, മക്കൾ അതൊന്നും ചിന്തിക്കൂല. അപ്പൊ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഫല്യസ്കുത്, മിണ്ടാതിരിക്കുക, എന്നാൽ നിനക്ക് സമാധാനം ലഭിക്കും. പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാണ്. കാരണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ നടക്കാന്നൊന്നും പറയാൻ കഴിയൂല, നമ്മൾ എന്താ പറയാന്നൊന്നും പറയാൻ കഴിയൂല. അതുകൊണ്ട് ദേഷ്യം വന്നാൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ട്രീറ്റ്മെന്റായി ഹബീബായ തങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് റസൂലുള്ളാഹി പറയുന്നു, ഇദാ ഗളബ അഹദുക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ വഹുവ ഖായിമുൻ ഫല്യജ്ലിസ്, നിൽക്കുന്ന സമയത്താണ് നമ്മൾക്ക് ദേഷ്യം വന്നതെങ്കിൽ പെട്ടെന്ന് ഇരുന്നോളണം, എന്നാൽ ദേഷ്യത്തിന് സമാധാനം ഉണ്ടാവും. ഇരിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ദേഷ്യം വന്നതെങ്കിൽ ചെരിഞ്ഞു കിടന്നാൽ മതി, അതല്ലെങ്കിൽ ഒന്ന് മലർന്ന് കിടന്നാൽ മതി എന്നൊക്കെ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അത് രണ്ടാമത്തെ ട്രീറ്റ്മെന്റാ. മൂന്നാമത്തെ ട്രീറ്റ്മെന്റും നബി തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉളു എടുക്കുക. ദേഷ്യം വന്നാൽ ഉളു എടുക്കുക. ദേഷ്യം പിശാചിൽ നിന്നാണ്. അത് പിശാചാണെങ്കിലോ തീയിൽ നിന്നുമാണ്. അതുകൊണ്ട് ആ തീയിനെ കെടുത്താൻ ഏറ്റവും നല്ലത് പച്ചവെള്ളമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഉളു എടുത്താൽ ദേഷ്യത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇത്തരം സ്വഭാവം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റുക. എല്ലാവരും നമ്മളെ വെറുത്തു പോകും, അവസാനം നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അള്ളാഹു കാക്കട്ടെ. അമിതമായ കോപത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നമ്മളെ ഈ ചാനലിൽ നടക്കാറുണ്ട്. ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു. അവർക്ക് അതുകൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. ജയിൽ മോചനം ലഭിക്കുന്നു, നല്ല ജോലി ലഭിക്കുന്നു, മക്കളുണ്ടാകുന്നു, വിവാഹം ശരിയാകുന്നു, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളും അതിൽ പങ്കെടുത്തുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. ഇനി 6 മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ ചിലപ്പോൾ പ്രയാസമൊക്കെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് ആ മജ്ലിസിൽ പങ്കെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.